എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചോയ്മുജിന്റെ PA ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി യൂനിനെ ജയിലിൽ വന്ന് കാണുകയാണ്. അപ്പോൾ യൂൻ പറയും, എനിക്ക് നിങ്ങളുടെ ഒന്നും സഹായം വേണ്ട. ചോയ്മുജിൻ ഒരു ഇൻഫർമേഷൻ നിന്നോട് പറയാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ കാരണമുണ്ടായാലും ശരി, നിന്നെ ജയിലിലടയ്ക്കാൻ ചോയ്മുജിൻ സമ്മതിക്കുകയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം യൂനിന് ഒരു കർച്ചീഫ് കൊടുക്കുന്നു. നിന്റെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിനക്ക് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ് എന്നും പറഞ്ഞ് നേരെ ആ സ്ത്രീ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പുറത്തു ചെന്ന് പിൽഡോയോട് പറയും, എന്റെ ക്ലയന്റിന് മെഡിക്കൽ അറ്റൻഷൻ വേണം, അവൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, ഉടനെ തന്നെ അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. അപ്പോൾ പിൽഡോ പറയും, ആദ്യം നിങ്ങളെ പറ്റി തന്നെ ഒന്ന് ആലോചിക്ക്. അല്പ ദിവസത്തിനുള്ളിൽ നിങ്ങളും ജയിലിലാവും, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ നേരെ പുറത്തേക്ക് പോയിട്ട് ചോയ്മുജിന്റെ ഒരു സ്പൈ നിങ്ങളുടെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നും ആ സ്പൈ മുഖാന്തരം എല്ലാ വിവരങ്ങളും ചോയ്മുജിന് അറിയുന്നുണ്ടായിരുന്നു എന്നും ഒക്കെ ഇവിടെയുള്ള നാട്ടുകാരോടും പത്രക്കാരോടും ഒന്ന് പറഞ്ഞേക്കാം. അതിനുശേഷം കൊറിയൻ പോലീസിന്റെ ഗതി എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. നാട്ടുകാർക്ക് പിന്നെ കൊറിയൻ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയുണ്ടാവില്ല. അത് വേണോ എന്ന് PA പിൽഡോയോട് പറയുന്നു. അത് കേട്ടതോടെ വേറെ വഴിയൊന്നുമില്ലാതെ പിൽഡോയും സംഘവും യൂനിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതുതന്നെയായിരുന്നു ചോയ്മുജിന്റെ പ്ലാനും. യൂനിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വിവരം PA ചോയ്മുജിനെ വിളിച്ചറിയിക്കുന്നു. ഉടനെ തന്നെ ചോയ്മുജിൻ തന്റെ കൂട്ടാളികളോട് യൂനിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ യൂനിന് ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിലെ മുറിവുകളൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പിൽഡോയ്ക്ക് ഒരു കോള് വരുന്നു. കോള് വിളിക്കുന്നത് മറ്റാരുമല്ല, ക്യാപ്റ്റൻ ചാജിഹോയാണ്. അയാൾക്ക് ബോധം വന്നിരിക്കുന്നു. ഉടനെ തന്നെ ചാജിഹോയെ കാണുന്നതിന് വേണ്ടിയിട്ട് പിൽഡോ അയാളുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ചാജിഹോ പിൽഡോയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. ഓഹൈജീൻ എന്ന് പറയുന്നത് സത്യത്തിൽ യൂൻ ആണെന്നും അവൾ ഒരു പോലീസുകാരന്റെ മകളാണെന്നും ചാജിഹോ പിൽഡോയോട് പറയുന്നു. അവളുടെ അച്ഛനെയാണ് ചോയ്മുജിന്റെ സംഘത്തിലേക്ക് ഒരു അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ അയച്ചത്. പക്ഷെ ചോയ്മുജിൻ അത് കണ്ടുപിടിച്ച് അയാളെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ അയാളുടെ മകളെയും ആ ചോയ്മുജിൻ പറ്റിച്ച് അവളുടെ അച്ഛനെ കൊന്നത് പോലീസുകാരാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. പാവം കുട്ടി, അവൾക്ക് ഇപ്പോൾ സത്യമെല്ലാം മനസ്സിലായി കാണും എന്ന് ക്യാപ്റ്റൻ പിൽഡോയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് യൂനിനെയാണ് കാണിക്കുന്നത്. ഒരു ഡോക്ടറും നേഴ്സും കൂടിയിട്ട് അവൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഡോക്ടർ ഫോണും എടുത്ത് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ആ സമയത്ത് യൂൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്റെ ഹാൻഡ് കഫ് റിമൂവ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടുനിന്ന നേഴ്സും അവളെ സഹായിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു ഡ്രഗ് ഡീലറെ പിടിക്കാൻ പോയ സമയത്ത്, അതായത് നമ്മുടെ യൂനും പിൽഡോയും കണ്ടുമുട്ടിയ ആ ഒരു ഇൻസിഡൻസിലെ ആ സമയത്ത് ഒരു പെൺകുട്ടിയെ യൂൻ രക്ഷപ്പെടുത്തിയിരുന്നു. ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ പെൺകുട്ടിയാണ് ഈ നേഴ്സ്. ആ ലേഡി അവളുടെ കാറിന്റെ കീ യൂനിന് കൊടുത്തിട്ട്, എന്റെ കാറ് ഈ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ലോട്ടിലുണ്ട്, അതെടുത്തിട്ട് ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് ആ നേഴ്സ് യൂനിനോട് പറയുന്നു. അങ്ങനെ ഡോക്ടറുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്കിറങ്ങിയ യൂനിനെ നാർക്കോട്ടിക് ഓഫീസേഴ്സ് പിടിക്കാൻ വരുന്നു. അവരെല്ലാം അടിച്ചിട്ടിട്ട് യൂൻ നേരെ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയിട്ട് ആ ലേഡിയുടെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ പിൽഡോ ഈ സമയമൊക്കെ യൂനിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച യൂനിനെ പിൽഡോ ലോക്ക് ചെയ്യുന്നു. എന്നെ വിടാൻ എന്ന് യൂൻ പിൽഡോയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിൽഡോ യൂനിനോട് പറയും, എനിക്കിപ്പോ എല്ലാ സത്യങ്ങളും അറിയാം. ക്യാപ്റ്റൻ ചാജിഹോയ്ക്ക് ബോധം തെളിഞ്ഞു. അദ്ദേഹമാണ് എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞത്. നിന്റെ യഥാർത്ഥ പേര് യൂൻ ആണെന്നും നിന്റെ അച്ഛന്റെ കൊലപാതകയെ തേടി അലകിയാണ് നീയെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ യൂൻ പറയും, നിങ്ങൾക്ക് എല്ലാ കാര്യവും ഇപ്പൊ അറിയാലോ, പിന്നെ എന്തിനാണ് എന്നെ പിടിച്ചു വെക്കുന്നത്? എന്നെ പോകാൻ അനുവദിക്കും. എന്തൊക്കെ പറഞ്ഞാലും യൂൻ കേൾക്കില്ല എന്ന് മനസ്സിലായ പിൽഡോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് ഒരു ഭാഗം അവന്റെ കയ്യിലും മറ്റൊരു ഭാഗം യൂനിന്റെ കയ്യിലേക്കും ബന്ധിപ്പിക്കുന്നു. നിന്റെ അച്ഛന്റെ കൊലപാതകയായ ചോയ്മുജിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ അത് ഇപ്പോഴല്ല, അതിന് കൃത്യമായ സമയം നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഇപ്പോൾ അവൻ അലേർട്ടായിരിക്കും നീ വരുന്നതും കാത്ത്, അതുകൊണ്ട് ഇപ്പോൾ പോകുന്നത് ശരിയല്ല എന്നിങ്ങനെ പിൽഡോ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചോയ്മുജിന്റെ ആൾക്കാരൊക്കെ അവിടെ എത്തി അവർ രണ്ടുപേരെയും അടിച്ചിടാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ യൂനും പിൽഡോയും നല്ല ഫൈറ്റേഴ്സ് അല്ലേ, രണ്ടുപേരും ചേർന്ന് ചോയ്മുജിന്റെ ആൾക്കാരെയൊക്കെ അടിച്ച് താഴെ ഇട്ടിട്ട് കാറും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ചോയ്മുജിന്റെ ആൾക്കാരും പിന്നാലെ തന്നെ അവരെ ഫോളോ ചെയ്യുന്നു. പിൽഡോയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പോലീസുകാരെയും ചോയ്മുജിന്റെ ആൾക്കാരെയൊക്കെ കണ്ണുവെട്ടിച്ച് പിൽഡോ യൂനിനെയും കൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചു. ടയേർഡ് ആയതുകൊണ്ടായിരിക്കണം നമ്മുടെ യൂൻ കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി. യൂൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവരുള്ളത് ഒരു ബീച്ചിലാണ്. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ നമുക്ക് രണ്ടുപേർക്കും ബീച്ചിൽ പോകാമെന്ന്? ദാ ഇപ്പോ നമ്മൾ ഒരു ബീച്ചിലാണുള്ളത്. നമ്മുടെ പിൽഡോയുടെ വീട് അവിടെയായിരുന്നു, ബീച്ചിന് സമീപം. യൂനിന്റെ അച്ഛന്റെ ആഗ്രഹം പോലൊരു വീട്. അങ്ങനെ യൂനിനെയും കൂട്ടി പിൽഡോ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം പിൽഡോ യൂനിന്റെ കയ്യിലെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് പിൽഡോ അവളോട് പറയും, ഞാനും ഒരു സമയത്ത് നിന്നെ പോലെയായിരുന്നു. എന്റെ അനുജത്തിയുടെ കൊലപാതകയെ കണ്ടെത്തി കൊല്ലാനുള്ള ചിന്തയുമായി അലയുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒന്നുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി അത് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവരും നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ പകയായിരിക്കും. അയാളെ കണ്ടെത്തി കൊല്ലണം, അയാളോട് പ്രതികാരം ചെയ്യണം. അങ്ങനെയുള്ള ആ ചിന്തയിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവും. അത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. തീർച്ചയായും അവനെ ഞാൻ ഒരിക്കൽ കണ്ടെത്തും, പക്ഷെ അത് നിയമത്തിലൂടെ
ആയിരിക്കും. നിയമത്തിലൂടെ ഞാൻ അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നിങ്ങനെയൊക്കെ പിൽഡോ യൂനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ യൂനും പിൽഡോ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവുന്നു. അവന്റെ കരുതലും കൃത്യമായ പരിചരണവും ഒക്കെ കണ്ടപ്പോൾ യൂനിനും അവനോടുള്ള സ്നേഹം അടക്കാനായില്ല. ഇരുവരും അവരുടെ മനസ്സും ശരീരവും പരസ്പരം പങ്കുവയ്ക്കുന്നു. അങ്ങനെ ആ രാത്രി അവർ അവരുടെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ചോയ്മുജിനെയാണ് കാണിക്കുന്നത്. അയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. യൂൻ തങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്നായിരുന്നു ആ ഫോൺ കോൾ. അത് കേട്ടതോടെ ചോയ്മുജിന് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. വെള്ളമടിച്ച് സിഗരറ്റ് വലിച്ച് അയാളോട് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ ഇന്നേ വരെ എന്നെ വിശ്വസിച്ച ഒരാളെ പോലും ചതിച്ചിട്ടില്ല. അവരെ ഞാൻ എന്നോടൊപ്പം ചേർത്ത് നിർത്തി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും എന്നെ ചതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ചതിയന്മാരാൽ നിറഞ്ഞുപോയത്? വിശ്വസിക്കുന്നവരെ തിരിച്ച് വിശ്വസിക്കാൻ, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഇവർക്കാർക്കും അറിയില്ല. അപ്പോഴേക്കും ചോയ്മുജിന്റെ PA അങ്ങോട്ടേക്ക് വന്നിട്ട്, ബോസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിൽ നിന്നും പുറത്തു കടക്കണം. നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും നമ്മൾ രക്ഷപ്പെട്ടേ മതിയാവൂ. ഒരുപക്ഷെ യൂൻ പോലീസുകാർക്ക് മുന്നിൽ മാപ്പുസാക്ഷിയായേക്കാം. അവൾ നിങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് പോലീസുകാർ അത് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്നും അങ്ങ് രക്ഷപ്പെടണം. ഉടനെ തന്നെ ചോയ്മുജിൻ അവന്റെ കയ്യിലെ ഗണ്ണെടുത്തിട്ട്, ഈ യുദ്ധത്തിൽ ഒന്നുകിൽ അവളുടെ ജീവൻ പോണം, അല്ലെങ്കിൽ എന്റെ ജീവൻ പോണം. എന്നാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് ഉച്ചത്തിൽ ആക്രോശിക്കുന്നു. അപ്പോൾ PA പറയും, സർ, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. പോലീസ് ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരും. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഉടനെ തന്നെ ചോയ്മുജിൻ ഗണ്ണ് PAക്ക് നേരെ ചൂണ്ടിയിട്ട്, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം ശബ്ദിച്ചാൽ നിന്റെ ജീവനായിരിക്കും ആദ്യം പോവുക. ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ അവൾ മരിക്കണം. എന്നാലേ ഇത് അവസാനിക്കൂ എന്ന് ചോയ്മുജിൻ PAയോട് ദേഷ്യപ്പെടുന്നു. അതോടെ PA അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി പുറപ്പെടുന്നു. ഇവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിക്കോളൂ എന്ന് ഡ്രൈവറോട് PA പറയുന്നു. അപ്പോൾ ഡ്രൈവർ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ PA പറയും, ഈ സാമ്രാജ്യം അത് തകരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുക, അത്ര തന്നെ എന്ന് പറഞ്ഞ് PA അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ യൂൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ പിൽഡോ ഉണ്ട്. അവള് ഇന്നലെ രാത്രി നടന്നതൊക്കെ ആലോചിച്ച് ഒരല്പം നാണത്തോടെ പുറത്തേക്കിറങ്ങി ബീച്ചിലൂടെ വാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് പിൽഡോയുടെ ഉറക്കം ഞെട്ടുന്നു. തൊട്ടടുത്ത് യൂനില്ല എന്ന് കണ്ടപ്പോൾ അവനാകെ പേടിച്ചുപോയി. വേഗം പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ യൂൻ ബീച്ചിലൂടെ നടക്കുകയാണ്. അവനും ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് പോകുന്നു. പേടിച്ചോടി വന്ന പിൽഡോയെ കണ്ട് യൂൻ ചോദിക്കും, എന്തുപറ്റി, ഞാൻ ചോയ്മുജിനെ അന്വേഷിച്ച് വീണ്ടും പോയെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പേടിച്ചുപോയി എന്ന് പിൽഡോ മറുപടി പറയുന്നു. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടി കാർ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെടുന്നു. രണ്ടുപേരും ഇപ്പോൾ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണുള്ളത്. അവിടെ സിഗ്നൽ ആയതുകൊണ്ട് സിഗ്നൽ മാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിൽഡോ യൂനിനോട് പറയും, ഇപ്പോൾ നമ്മൾ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെല്ലാവരും നിന്നെ അറസ്റ്റ് ചെയ്യും. നിന്നോട് ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കാൻ തുടങ്ങും, വിചാരണ ചെയ്യാൻ തുടങ്ങും. ആ കേസിൽ നിന്നും നീ പുറത്തു വരുന്നതിന് വേണ്ടി ഒരുപാട് സമയമെടുക്കും. അപ്പോൾ യൂൻ പറയും, ഇതെല്ലാം എനിക്കറിയാം, നീ എന്ത് പറയുന്നോ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് തന്നെയല്ലേ ശരി? അപ്പോൾ പിൽഡോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാവും എന്നും പറഞ്ഞ് പിൽഡോ അവളുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചോയ്മുജിൻ വരുന്നു. ഒരു ബൈക്കിൽ ഹെൽമെറ്റൊക്കെ ഇട്ടാണ് അയാളുടെ വരവ്. എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചോയ്മുജിൻ തോക്കെടുത്ത് യൂനിന് നേരെ എയിം ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ആ എയിം പിൽഡോയ്ക്ക് നേരെ മാറ്റുന്നു. പാവം പിൽഡോ യൂനിന്റെ കൈ പിടിച്ച അവസ്ഥയിൽ തന്നെ അവൻ മരണപ്പെടുന്നു. യൂനിനും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഷോക്കായി പോയി. പിൽഡോയെ കൊന്ന ശേഷം ചോയ്മുജിൻ അവിടെ നിന്നും ബൈക്ക് ഓടിച്ച് പോകുന്നു. അപ്പോഴേക്കും നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെടുത്തു തുടങ്ങി. അവരുടെ കണ്ണിൽ പെടാതെ നമ്മുടെ യൂൻ ആ കാറിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. ചോയ്മുജിനോടുള്ള അടങ്ങാത്ത പ്രതികാരദാഹവുമായി. ചോയ്മുജിനോടുള്ള പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് യൂൻ നേരെ അയാളുടെ ഓർഗനൈസേഷനിലേക്ക് ചെല്ലുന്നു. അവളെ തടയാൻ ശ്രമിച്ച ഓരോരുത്തരെയായിട്ട് അടിച്ച് കൊന്നിട്ട് യൂൻ ഉള്ളിലേക്ക് കടക്കുന്നു. യൂൻ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ചോയ്മുജിൻ CCTVയിലൂടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ലിഫ്റ്റിൽ കയറി മേലേക്ക് പോകുന്ന യൂൻ അതിനുള്ളിലെ CCTV കണ്ട് അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ആ CCTV കുത്തിപ്പൊട്ടിക്കുന്നു. അത് കണ്ട് ചോയ്മുജിൻ ചിരിച്ചു പോകുന്നു. അവൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ഗണ്ണും കത്തിയും എല്ലാം ഒരുക്കി വെച്ച് അവൻ കാത്തിരിക്കുകയാണ് യൂനിന്റെ വരവിനായി. ഇപ്പോൾ നമ്മുടെ യൂൻ ചോയ്മുജിന്റെ മുറിക്ക് മുന്നിലെത്തി. അവിടെ വെച്ച് അവൾ തോക്കിലുണ്ടായിരുന്ന 5 ബുള്ളറ്റുകളിൽ 4 എണ്ണവും പുറത്തു കളയുന്നു. ഒരു ബുള്ളറ്റ് മാത്രം ബാക്കി വയ്ക്കുന്നു. ചോയ്മുജിന് വേണ്ടി മാത്രമായി. ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവൾക്ക് മുന്നിൽ ചോയ്മുജിന്റെ നിരവധി കൂട്ടാളികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവൾ ഓരോരുത്തരെയായി വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും വെട്ടിയരിഞ്ഞു. പക്ഷെ ഒരാൾ മാത്രം യൂനിന് ഒത്ത ഒരു എതിരാളിയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും യൂൻ പരമാവധി തല്ലുകൾ വാങ്ങിക്കൂട്ടി. അവസാനം ഒരു രക്ഷയുമില്ലാതെ അയാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് യൂനിന് ആ തോക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു.
അയാളെയും കൊന്നതിന് ശേഷം യൂൻ ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. താൻ ഇത്രയും കാലം അന്വേഷിച്ച തന്റെ ശത്രുവിന്റെ മുന്നിലേക്ക്, തന്റെ അച്ഛനെ കൊന്നതിനും പിൽഡോയെ കൊന്നതിനുമുള്ള പകരം ചോദിക്കുന്നതിന് വേണ്ടി ചോയ്മുജിന് നേരെ ഗൺ ചൂണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ യൂൻ. ചോയ്മുജിനും ഉടനെ തന്നെ തന്റെ ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുന്നു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ആ ഗണ്ണ് അയാൾ താഴേക്ക് വെക്കുന്നു. നീ വളരെ ടയേർഡാണ് എന്ന് ചോയ്മുജിൻ യൂനിനോട് പറയുന്നു. അത് സാരമില്ല എന്ന് യൂൻ മറുപടി പറയുന്നു. നിന്റെ അച്ഛന് എന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ നിന്റെ അച്ഛനിൽ നിന്നും വ്യത്യസ്തയാണ്. നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നു. നീ ഇത്രയും കാലം കാത്തിരുന്നത് മുഴുവൻ നിന്റെ അച്ഛന്റെ കൊലയാളിയോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനായിട്ടാണ് നീ ജീവിച്ചത് തന്നെ. പക്ഷെ അത് ഞാനാണെന്ന് കണ്ടെത്തിയിട്ടും നീ എന്തിനാണ് മടിച്ചു നിന്നത് എന്ന് ചോയ്മുജിൻ യൂനിനോട് ചോദിക്കുന്നു. ആ സമയത്ത് താഴെ ചോയ്മുജിൻ വലിച്ചെറിഞ്ഞ യൂനിന്റെ അച്ഛന്റെയും അയാളുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ യൂൻ കയ്യിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ചോയ്മുജിനോട് പറയും, ശരിയാണ്, ഞാൻ മടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഇന്ന് ഞാൻ പ്രതികാരദാഹിയായ ഒരു മോൺസ്റ്റർ ആണ്, നിങ്ങളെ പോലെ എന്ന് പറഞ്ഞ് ചോയ്മുജിന്റെ ആ ഫോട്ടോ അവൾ വലിച്ചു കീറുന്നു. എന്നിട്ട് അവളുടെ അച്ഛന്റെ മാത്രം ഫോട്ടോ എടുത്ത് അവൾ പോക്കറ്റിലേക്ക് വെക്കുന്നു. അപ്പോൾ ചോയ്മുജിൻ ചോദിക്കുന്നു, നീ ഇപ്പോ ഒരു മോൺസ്റ്റർ ആണോ? യൂൻ ആ സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അവളുടെ കൈയോട് ചേർത്ത് ഒരു തുണി വെച്ച് കെട്ടുന്നു. ഉരി പോരുതല്ലോ. ഞാൻ മടിച്ചു നിൽക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എന്റെ വേദനകളെല്ലാം മനസ്സിലാക്കി എന്നോടൊപ്പം നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെയും നീ കൊന്നു. ഇപ്പോ ഞാനൊരു മോൺസ്റ്റർ ആണ്. നിന്റെ അവസാന ശ്വാസം ഇല്ലാതാവുന്നതുവരെ നിന്റെ മരണം ഞാൻ നോക്കിക്കാണും എന്നും പറഞ്ഞ് യൂൻ ചോയ്മുജിന് മേലെ ചാടി വീഴുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് യുദ്ധമല്ലേ, യുദ്ധം. ചോയ്മുജിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ചോയ്മുജിൻ കത്തി ഉപയോഗിച്ച് അവളെ പല തവണ കുത്തിക്കീറി. എന്നിരുന്നാലും അവസാനം പ്രതികാരദാഹിയായ ഒരു യക്ഷിയെപ്പോലെ യൂൻ ആ കത്തി ചോയ്മുജിന്റെ വയറിൽ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരൽപ്പം ദൂരെയായിട്ട് വീണ് കിടക്കുകയാണ്. ചോയ്മുജിൻ മുട്ടുകുത്തി എഴുന്നേറ്റ് നിന്ന് യൂനിനോട് പറയും, വാ, വന്ന് എന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റ്, എന്റെ ജീവനെടുക്കാൻ നോക്ക്. യൂൻ കത്തിയെടുത്ത് പതിയെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴേക്കും ചോയ്മുജിൻ യൂൻ കൊണ്ടുവന്ന ഗണ്ണുണ്ടായിരുന്നല്ലോ, അതവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതുമെടുത്ത് അവളുടെ നേരെ ചൂണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. നിനക്കൊരിക്കലും ഒരു മോൺസ്റ്റർ ആവാൻ സാധിക്കില്ല, അത് സമ്മതിച്ചേക്ക്. നിന്റെ അവസാനം ഇങ്ങനെയാണ് എന്ന് ചോയ്മുജിൻ യൂനിനോട് പറയുന്നു. യൂനിന്റെ കത്തി ചോയ്മുജിന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. യൂനിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോയ്മുജിൻ മരണത്തിന് കീഴടങ്ങുന്നു. ചോയ്മുജിന്റെ ലോഡഡ് ഗണ്ണും കത്തിയും എടുത്ത് യൂൻ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് യൂനിന്റെ അമ്മയുടെ ശവകുടീരമാണ്. അവളുടെ അമ്മയുടെയും അച്ഛന്റെയും ആഷസിനൊപ്പം ഇപ്പോൾ പിൽഡോയുടെ ആഷസും അവൾ അതിനുള്ളിലേക്ക് വയ്ക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും ശവകുടീരത്തിന് മുന്നിൽ പൂക്കൾ വെച്ച് അവൾ പ്രാർത്ഥിക്കുന്നു. ശേഷം യൂൻ പിൽഡോയുടെയും അവന്റെ സഹോദരിയുടെയും ശവകുടീരത്തിനടുത്തേക്ക് പോകുന്നു. പിൽഡോയുമൊത്തുള്ള അവളുടെ ഓരോ കാര്യങ്ങളും അവൾ ഓർമ്മിക്കുന്നു. ശേഷം പിൽഡോയുടെ ശവകുടീരത്തിന് മുന്നിൽ പൂക്കൾ വെച്ച് യൂൻ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. ആ ഒരു സീനോടുകൂടി ഈ സീരീസ് അവസാനിക്കുന്നു. ഈ സീരീസും ഈ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് ഡിലേ ആയിരുന്നു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ജോലി തിരക്കും മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ഒരുപാട് ഡിലേ ആയി പോയത്. ക്ഷമിക്കുക. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി.